ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 12 സ്റ്റോക്കാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ജിൻഡാൽ സ്റ്റീലാണ്. ജിൻഡാൽ സ്റ്റീൽ ഈ ഒരു സോൺ സപ്പോർട്ട് സോൺ ആണ്. ഈ ഒരു സോൺ ചെറുതായിട്ടൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടുത്തെ കണ്ടറിയാം. ഇവിടെ വന്നു ഒരുപാട് പ്രാവശ്യം ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ഒരു ഫോൾ വന്നു, വീണ്ടും ഈ സപ്പോർട്ട് റീജിയൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി, അതിനെ ബ്രേക്ക് ചെയ്തു, ഒരു റീട്രേസ്മെൻറ്റ് തന്നു, വീണ്ടും മുകളിലേക്ക് പോലെ ടെൻഡൻസിയാണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. 15 മിനിറ്റ്സ് സ്കാനിലേക്ക് പോവാം. ഇതിൻ്റെ ഇൻട്രാഡേ ലെവൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ഇതൊരു റീട്രേസ്മെൻറ്റിൻ്റെ ലക്ഷണമാണ് ശരിക്കും ഈ ഒരു പാറ്റേൺ കാണുന്നത്. ഓക്കെ, നമ്മൾ തട്ടി റീട്രേസ്മെൻറ്റ് വന്നു, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അപ്പോൾ 318 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സപ്പോർട്ട് റീജിയൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രിക്ക് പരിഗണിക്കാം. ഇനി അതല്ല, നാളെ ഒരു ഫോൾ വന്നതിന് ശേഷം ഈ ഒരു റീജിയനിൽ നിന്ന്, അതായത് കുറച്ചും കൂടി നേരെ വെക്കുകയാണ്, ഈ ഒരു റീജിയനിൽ നിന്ന് ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വിത്ത് വോളിയം തരികയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്യാൻഡിലിൻ്റെ ലോ എവിടെയാണ് വരുന്നത്, ആ ക്യാൻഡിലിൻ്റെ ലോ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. ബൈ എൻട്രിക്ക് ലോറസ് ലാബാണ്. ലോറസ് ലാബും ഇത് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. കണ്ടറിയും, ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, ഇവിടെ സപ്പോർട്ട് റീജിയൻ ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഇപ്പോൾ നോക്കണ്ട, ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ പാറ്റേൺ വന്നിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. നല്ലൊരു ഫോള് വന്നു, ഒരു റീട്രേസ്മെൻറ്റിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവിടെ നിന്ന് ഒരു റിട്ടേൺ വന്നു, വീണ്ടും ആ ഒരു ലെവലിലെത്തി. ഓക്കെ, പിന്നെന്ത് ചെയ്തു, മുകളിലേക്കൊന്ന് കയറിയിട്ട് റീട്രേസ് ചെയ്തു, പിന്നെ വീണ്ടും മൂവ്മെൻറ്റ് തുടങ്ങുകയാണ്. നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അടുത്തൊരു സ്വിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. വോളിയത്തിൻ്റെ പ്രസൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൂവ്മെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇടാം. നമുക്ക് ഇൻട്രാഡേയിലെ ലെവൽസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ കൺസിഡർ ചെയ്യുക. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ലെവലിൽ റിജക്ഷൻ വരുന്നുണ്ട്, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് ഈ ഒരു സ്വിങ് വരെയൊക്കെ 375 വരെയൊക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സെൽ എൻട്രിക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് താഴത്തേക്ക് ഇവിടെ നമുക്ക് ഡബിൾ കൺഫർമേഷനാണ് കിട്ടുക. ഓക്കെ, ഒന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പ്ലസ് ഈ ഒരു സപ്പോർട്ട് റീജിയൻ ബ്രേക്കൗട്ട്. ഓക്കെ, അപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവൽ വയ്ക്കാം, 353 ലെവൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് അടുത്ത ടാർഗറ്റായിട്ട് വയ്ക്കാം. നല്ലൊരു ഫോൾ ആണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് KNR കൺസ്ട്രക്ഷനാണ്. ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഓക്കെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് കുറച്ച് വോളിയത്തോടു കൂടി നല്ലൊരു മൂവ്മെൻറ്റ് തന്നത്. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റ് വന്നു, വീണ്ടും അത് മുകളിലേക്ക് പോലെ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് 15 മിനിറ്റ്സ് സ്കാനിൽ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ലെവൽസ് സെറ്റ് ചെയ്യാം. ഇതുണ്ട്, നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ് ഈ ഒരു റീജിയൻ. നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം. ഈ ഒരു റീജിയനുണ്ടോ, ഈ ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഓക്കെ, ഈ റീജിയനിലൊക്കെ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെയൊക്കെ 218 വരെയൊക്കെ ഒരു ഡ്രോപ്പിന് ചാൻസ് ഉണ്ട്, ഒരു ഫോളിന്. അടുത്തത് ക്യാംസ് ആണ്. ക്യാംസ് ഇതുണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് 29 ഡിസംബറിനാണ്. ഓക്കെ, അതായത് ഒരു മാസത്തോളം ഉള്ള ടൈം ഫ്രെയിമാണ്. അതും ഈ ഒരു റീജിയനിൽ 1563 ടു 1749 റീജിയനിലാണ് ഇതുണ്ടായിരുന്നത്. നല്ലൊരു ബ്രേക്കൗട്ട് തന്നിരുന്നു ഇവിടെ, പക്ഷെ നല്ലൊരു റിജക്ഷൻ വന്നു. അടുത്ത ക്യാൻഡിൽ നല്ലൊരു റിജക്ഷനാണ്, പക്ഷെ അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം കിട്ടും. പിന്നെ അതൊരു 2000 ലെവൽ ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ നോക്കാം. നാളെ ഈ ഒരു ലെവൽ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം. ഇനി അഥവാ ഈ ഒരു റീജിയനിൽ നിന്ന് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു സെൽ എൻട്രിക്കും നമുക്ക് പരിഗണിക്കാം. അപ്പോൾ അതൊരു 2007 ലെവലാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളിവിടെ ഉണ്ടാകുന്ന ക്യാൻഡിൽസിനനുസരിച്ച്, അതായത് നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് 2000 ക്രോസ് ചെയ്തിട്ടുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബൈ എൻട്രിക്ക് പരിഗണിക്കാം. ഇനി അഥവാ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം കിട്ടും, നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നാളെ ഒരു ബൈ എൻട്രിക്ക് നാളെ ഒരു സെൽ എൻട്രിക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴത്തേക്ക് എന്നുള്ള ലെവലിലാണ് വെച്ചത്. നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ കണക്കാക്കിയിട്ടല്ല ശരിക്കും വെച്ചത്. ഈ ഒരു സ്വിങ്ങിന് കുറച്ച് താഴെ, ഈ ഒരു ക്യാൻഡിലിനെ താഴത്തേക്കായിട്ടാണ് വെച്ചത്. കുഴപ്പമില്ല, അത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാംസിൻ്റെ റീജിയൻ ഇതാണ്. ഇൻഡാൽക്കോ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള കാര്യം പറയാം. നമുക്കിനി ഈ ഒരു റീജിയൻ വേണ്ട. ഓക്കെ, ഇതിൻ്റെ ഒരു പാത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു, അത് ബ്രേക്ക് ചെയ്തു, റിട്ടേൺ വന്നു, അടുത്ത ലെവൽ ബ്രേക്ക് ചെയ്തു, ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, ഒരു റീട്രേസ്മെൻറ്റ് തന്നു, വീണ്ടും മുകളിലേക്ക് ഉള്ള ടെൻഡൻസിയാണ്. അത് ഹ്യൂജ് വോളിയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്, ഈ ഒരു ലെവലിന് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ലൈനും ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ചാനലാണത്. ഉണ്ടോ, ഈ ഒരു ചാനലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു ലെവൽസാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. നമ്മൾ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ കളയാണ്. ഈ ഒരു റീജിയൻ നമുക്ക് ലൈൻസ് ഉപയോഗിക്കാം. ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ഡൗൺവേർഡ് ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ നമുക്കൊരു അപ്വാർഡ് മൊമെൻറ്റത്തിന് നല്ലൊരു മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു റീജിയൻ ആയിരിക്കും 36,000 എന്നുള്ളത്. ഓക്കെ, ഈ ഒരു റീജിയന് മുകളിലേക്കായിരിക്കും നല്ലൊരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ളൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ്. ഇപ്പോൾ ഇതാണ്. ഓക്കെ, ഈ ഒരു സോൺ നോക്കിയാൽ അറിയാം, നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്ത്, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ റീജിയനിലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലും അപ്വാർഡ് മൊമെൻറ്റം വരാം. ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ റെസിസ്റ്റൻസ് എടുക്കാം, 36,000 എന്നുള്ള ലെവലിനോ അല്ലെങ്കിൽ ഒരു ലെവലിനോ റെസിസ്റ്റൻസ് എടുക്കാം. നല്ലൊരു മൊമെൻറ്റം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിന് താഴത്തേക്കായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റി കൂടി ട്രൈ ചെയ്യാം. നിഫ്റ്റീൻ്റെ ചാർട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ലൈൻസ് ഉപയോഗിക്കാം. പറയാലോ ഇതെന്താന്നുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ട് സോൺ ആണ്. ഈ ഒരു റീജിയൻ നല്ല രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, സോൺ ഇപ്പോൾ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നാളെ നമുക്കൊരു എൻട്രിക്ക് പരിഗണിക്കണമെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് നമുക്ക് ഒരു എൻട്രിക്ക് പരിഗണിക്കാം. ഇങ്ങനെ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അഥവാ സെൽ എൻട്രിക്ക് പരിഗണിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രിക്ക് പരിഗണിക്കാം.
അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിന് മുകളിലേക്ക്, ഈ ഒരു ലെവലിന് താഴത്തേക്ക് നമുക്കൊരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് റീജിയൻ ഉണ്ട് കേട്ടോ, ഈ ഒരു റീജിയനിൽ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്വിംഗ് പിക്സ് ഒക്കെ അതിലുണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ലാഭകരമായ ദിവസം നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി.